सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। ओम नमो ब्रह्मादिभ्यो ब्रह्म विद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहित प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरि ओम। ओम शं नो मित्रः शं वरुणः शं नो भवत्वर्यमा शं न इन्द्रो बृहस्पतिः शं नो विष्णुरुक्रमः। नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवदु तद्वक्तारमवदु अवदु माम् अवदु वक्तारम्। ओम शांति शांति शांति। എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. തൈത്തിരീയ ഉപനിഷത്ത് ബ്രഹ്മാനന്ദവല്ലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 4 അനുവാകങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഒന്നാമത്തെ വല്ലി ശിക്ഷാവല്ലി, അതിൽ ഉപാസനകൾ നമ്മൾ കണ്ടു. അതിനുശേഷം അഹം വൃക്ഷസ്യ രേരിവ എന്ന് തുടങ്ങുന്ന ബ്രഹ്മജ്ഞാന പ്രകാശക മന്ത്രം കണ്ടു. അതിനുശേഷം ശിഷ്യന്മാർക്കുള്ള നിങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ എങ്ങനെ വേണം മരണം വരെ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ശിഷ്യന്മാർ ഇതെല്ലാം കേട്ട് അവർക്ക് വളരെയധികം ഗുരുവിനോടുള്ള നന്ദിയും കൃതജ്ഞതയും അവർ ഉത്തരശാന്തി പാഠത്തിലൂടെ ഗുരുവിന് സമർപ്പിച്ചത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ തൈത്തിരീയ ഉപനിഷത്ത് ബ്രഹ്മാനന്ദവല്ലി അല്ലെങ്കിൽ ദ്വിതീയ അധ്യായത്തിൽ ഗുരുവിൻ്റെ അടുത്തു നിന്നും പോകാതെ ഗുരുവിനോടൊപ്പം തന്നെ ഇരുന്ന കുറച്ച് കുട്ടികൾക്ക് വേണ്ടി ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നതാണ് ബ്രഹ്മാനന്ദവല്ലി. അതിൽ നമ്മൾ ബ്രഹ്മവിദ്യ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുത്തു. ബ്രഹ്മവിദാപ്നോതി പരം എന്ന് പറഞ്ഞ് അതിൻ്റെ ലക്ഷണവും കണ്ടു. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ അത് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടത് വർണ്ണനയായിരുന്നു. സൃഷ്ടിയുടെ ക്രമം വർണ്ണിച്ചു തരികയാണ് ചെയ്യുന്നത്. പഞ്ചമഹാഭൂത സൃഷ്ടി, അതിൽ നിന്നും അന്നം, അന്നത്തിൽ നിന്നും പുരുഷൻ, പിന്നെ സർവ്വജീവചരാചരങ്ങളുടെയും സൃഷ്ടിക്രമം നമ്മൾ കണ്ടു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഹേ ഗുരു, ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ സൃഷ്ടിയിലെല്ലാം ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് കുറച്ചും കൂടെ നമ്മുടെ ശരീരത്തിനെ ആധാരമാക്കി വെച്ചുകൊണ്ട് അങ്ങ് ഭഗവാൻ ഈ ശരീരം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു തരൂ. അങ്ങനെ ഞങ്ങൾ ഈ സത്യജ്ഞാനാനന്ദ സ്വരൂപനെ നമ്മിൽ തന്നെ കാണാൻ ശ്രമിക്കാം. അങ്ങനെ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നു? ഗുരുവിനോട് അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം ഗുരുനാഥൻ എന്ത് ചെയ്യുന്നു? പഞ്ചകോശ വിവരണമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഓരോ കോശവും പരമാത്മാവിൻ്റെ സൃഷ്ടിയാണ്. അതിലൊക്കെ ഈശ്വരനെ കാണാൻ ശ്രമിക്കൂ. ആ ഈശ്വരൻ സത്യജ്ഞാനം അനന്തം ഇത്യാദി ലക്ഷണം, അല്ലെ ഏത് ലക്ഷണവും എടുക്കാം. അവ്യയനെന്നോ അനന്തനെന്നോ അക്ഷരനെന്നോ അല്ലെ വിഷ്ണുവെന്നോ ശിവനെന്നോ ഏത് ലക്ഷണവും എടുക്കാം. ആ പരമാത്മാവിൽ എല്ലാ കോശങ്ങളിലും നിറഞ്ഞിരിക്കുന്നു എന്ന് പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത് പഞ്ചകോശ വിവരണത്തിൽ. അതിൽ നമ്മൾ ദ്വിതീയ അധ്യായത്തിലെ 2ാമത്തെ വല്ലിയിൽ പഞ്ചകോശ വിവരണം ആരംഭിക്കുന്നത് അന്നമയ കോശത്തിൽ നിന്നായിരുന്നു. അത് നമ്മൾ കണ്ട്. അതിനുശേഷം അന്നത്തിനേക്കാട്ടിലും ശ്രേഷ്ഠമാണ് പ്രാണൻ. അത് പറയുന്നതായിരുന്നു ദ്വിതീയ അനുവാകവും തൃതീയ അനുവാകവും. 2, 3 അനുവാകങ്ങൾ അതായിരുന്നു. അതിനുശേഷം പ്രാണനേക്കാട്ടിലും ശ്രേഷ്ഠമാണ് മനോമയ കോശം എന്ന് പറഞ്ഞു തന്നു.
ശേഷം വിജ്ഞാനമയ കോശമാണ് മനോമയത്തിനെക്കാട്ടിലും ശ്രേഷ്ഠം. അതിൻ്റെ ഓരോ കോശങ്ങളും നമ്മൾ വിവരിച്ചു കണ്ടിരുന്നു. 4-ാം അനുഭാഗമാണ് നമ്മൾ കണ്ടത്. അതൊന്ന് ഒരുമിച്ച് പാരായണം ചെയ്യാം. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി കദാചനേതി തസ്യൈഷ ഏവ ശാരീരാത്മാ യഃ പൂർവസ്യാം തസ്മാദ്വാ ഏതസ്മാൻ മനോമയാത് അന്യോന്തരാത്മാ വിജ്ഞാനമയഃ തേനേഷ പൂർണ്ണഃ സവായേഷ പുരുഷവിദ ഏവ തസ്യ പുരുഷവിദതാം അന്വയം പുരുഷവിദഃ തസ്യ ശ്രദ്ധൈവ ശിരഃ ഹൃദം ദക്ഷിണപക്ഷഃ സത്യമുത്തരപക്ഷഃ യോഗാത്മാ മഹപുച്ഛം പ്രതിഷ്ഠാം തഥപ്യേഷ ശ്ലോകോ ഭവതി. ഇവിടെ വരെ നമ്മൾ കണ്ടിരുന്നു. നമുക്കിനി അടുത്ത അനുവാകത്തിലേക്ക് പോകാം. അനുവാകം 5. നമ്മൾ ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യണം എവിടെയാണ് അനുവാകം തുടങ്ങുന്നത്. വിജ്ഞാനം യജ്ഞം തനുതേ, അവിടെ അനുവാകം 5 ആരംഭിക്കുന്നു. കർമാണി തനുതേപിച്ച വിജ്ഞാനം ദേവാ സർവേ, ദീർഘമുണ്ട് അവിടെ, സർവേ ബ്രഹ്മജ്യേഷ്ഠം ഉപാസത്തെ വിജ്ഞാനം ബ്രഹ്മചേദ്വേദ തസ്മാത് ചേന പ്രമാദ്യതി ശരീരേ പാത്മനോ ഹിത്വാ സർവാൻ കാമാൻ സമശ്നുത ഇതി തസ്യേഷ ഏവ ശാരീര ആത്മാ യഃ പൂർവസ്യ തസ്മാദ്വാ ഏതസ്മാത് വിജ്ഞാനമയാത് അന്യോന്തര ആത്മാ ആനന്ദമയഃ തേനൈഷ പൂർണ്ണഃ സവായേഷ പുരുഷവിധ ഏവ തസ്യ പുരുഷവിധത അന്വയം പുരുഷവിധഃ തസ്യ പ്രിയമേവ ശിരഃ മോദോ ദക്ഷിണപക്ഷഃ പ്രമോദ ഉത്തരപക്ഷഃ ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ തദപ്യേഷ ശ്ലോകോ ഭവതി. അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അനുവാകം 5 അവിടെ അവസാനിക്കുകയാണ്. ഞാനൊന്ന് പാരായണം ചെയ്യാം. എല്ലാവരും മന്ത്രത്തിലേക്ക് ശ്രദ്ധിക്കണം. വിജ്ഞാനം യജ്ഞം തനുതേ വിജ്ഞാനം യജ്ഞം തനുതേ കർമാണി തനുതേപി ച കർമാണി തനുതേപി ച വിജ്ഞാനം ദേവാ സർവേ വിജ്ഞാനം ദേവാ സർവേ ബ്രഹ്മജ്യേഷ്ഠമുപാസതേ ബ്രഹ്മജ്യേഷ്ഠമുപാസതേ വിജ്ഞാനം ബ്രഹ്മചേദ്വേദ വിജ്ഞാനം ബ്രഹ്മചേദ്വേദ തസ്മാച്ഛേന പ്രമാദ്യതി തസ്മാച്ഛേന പ്രമാദ്യതി ശരീരേ പാൽമനോ ഹിത്വാ ശരീരേ പാൽമനോ ഹിത്വാ സർവാൻ കാമാൻ സമശ്നുത ഇതി സർവാൻ കാമാൻ സമശ്നുത ഇതി തസ്യൈഷ ഏവ ശാരീര ആത്മാ തസ്യൈഷ ഏവ ശാരീര ആത്മാ യഃ പൂർവസ്യ തസ്മാദ്വാ ഏതസ്മാദ് വിജ്ഞാനമയാത് തസ്മാദ്വാ ഏതസ്മാദ് വിജ്ഞാനമയാത് അന്യോന്തരാത്മാനന്ദമയഃ അന്യോന്തരാത്മാനന്ദമയഃ തേനൈഷ പൂർവഃ തേനൈഷ പൂർവഃ സവായേഷ പുരുഷവിദ ഏവ സവായേഷ പുരുഷവിദ ഏവ തസ്യ പുരുഷവിദതാം തസ്യ പുരുഷവിദതാം
അന്വയം പുരുഷവിദഃ അന്വയം പുരുഷവിദഃ തസ്യ പ്രിയമേവ ശിരഃ തസ്യ പ്രിയമേവ ശിരഃ മോധോ ദക്ഷിണപക്ഷഃ മോധോ ദക്ഷിണപക്ഷഃ പ്രമോദ ഉത്തരപക്ഷഃ പ്രമോദ ഉത്തരപക്ഷഃ ആനന്ദാത്മാ ആനന്ദാത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠാ തഥപ്യേഷ ശ്ലോകോ ഭവതി തഥപ്യേഷ ശ്ലോകോ ഭവതി. ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. വളരെ പുണ്യമായ കാര്യമാണ് വേദമന്ത്രം പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി എല്ലാവരും ആ ഒരു ഭാവത്തോടു കൂടി നമ്മൾക്കറിയാവുന്ന രീതിയിൽ, ഇപ്പോൾ നല്ല ട്യൂൺ വേണമെന്നോ ശബ്ദം വേണമെന്നോ ഒന്നുമില്ല, ഭാവം മാത്രം മതി. മനസ്സിൽ ശ്രദ്ധയോടുകൂടി നമ്മൾക്ക് ഒരുമിച്ച് ചൊല്ലാം. വിജ്ഞാനം യജ്ഞം തനുതേ കർമാണി തനുതേ ബിജ വിജ്ഞാനം ദേവാ സർവേ ബ്രഹ്മജ്യേഷ്ഠമുപാസതേ വിജ്ഞാനം ബ്രഹ്മ ചേദ്വേദ തസ്മാച്ഛേന പ്രമാദ്യതി ശരീരേ പാത്മനോ ഹിത്വാ സർവാൻ കാമാൻ സമശ്നുത ഇതി തസ്സൈഷ ഏവ ശരീരാത്മാ യഃ പൂർവസ്യാം തസ്മാദ്വാ ഏതസ്മാദ് വിജ്ഞാനമയാത് തത് അന്യോന്തരാത്മാനന്ദമയഃ തേനൈഷ പൂർണ്ണഃ സവാ ഏഷ പുരുഷവിദ ഏവ തസ്യ പുരുഷവിദധാ അന്വയം പുരുഷവിദഃ തസ്യ പ്രിയമേവ ശിരഃ മോധോ ദക്ഷിണപക്ഷഃ പ്രമോദ ഉത്തരപക്ഷഃ ആനന്ദാത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠാ തഥപ്യേഷ ശ്ലോകോ ഭവതി. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. വിജ്ഞാനം യജ്ഞം തനുതേ കർമാണി തനുതേ ബിജ വിജ്ഞാനം ദേവാ സർവേ ബ്രഹ്മജ്യേഷ്ഠമുപാസതേ വിജ്ഞാനം ബ്രഹ്മ ചേദ്വേദ തസ്മാച്ഛേന പ്രമാദ്യതി ശരീരേ പാത്മനോ ഹിത്വാ സർവാൻ കാമാൻ സമശ്നുത ഇതി തസ്സൈഷ ഏവ ശരീരാത്മാ യഃ പൂർവസ്യ തസ്മാദ്വാ ഏതസ്മാദ് വിജ്ഞാനമയാം അന്യോന്തരാത്മാനന്ദമയഃ തേനൈഷ പൂർണ്ണഃ സവാ ഏഷ പുരുഷവിദ ഏവ തസ്യ പുരുഷവിദധാ അന്വയം പുരുഷവിദഃ തസ്യ പ്രിയമേവ ശിരഃ മോധോ ദക്ഷിണപക്ഷഃ പ്രമോദ ഉത്തരപക്ഷഃ ആനന്ദാത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠാ തഥപ്യേഷ ശ്ലോകോ ഭവതി. അനുവാകം 5. വിജ്ഞാനം യജ്ഞം തനുതേ. അല്ലേ, നമ്മൾ വിജ്ഞാനമയ കോശത്തിനെ കുറിച്ചായിരുന്നു അനുവാകം 4 അവസാനിച്ചത്. അല്ലേ, അതിൽ കണ്ടിരുന്നു തദപ്യേഷ ശ്ലോകോ ഭവതി. അതായത് എന്താണോ അനുവാകം 4 പറയുന്ന വിഷയം അത് അനുവാകം 5 തുടരുന്നു. ആ കണ്ടിന്യൂറ്റി കാണിക്കാനായിട്ടാണ് തദപ്യേഷ ശ്ലോകോ ഭവതി എന്ന് മന്ത്രത്തിൽ ആ ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനുവാകം 5 വിജ്ഞാനമയ കോശം തുടരുക തന്നെയാണ്. വിജ്ഞാനം യജ്ഞം തനുതേ. വിജ്ഞാനം അതായത് വിജ്ഞാനമയ കോശം, യജ്ഞം തനുതേ അതായത് വിജ്ഞാനമയ കോശം യജ്ഞം ചെയ്യുന്നു, അതായത് വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നു. വിജ്ഞാനമയ കോശമല്ല, ഇവിടെ വിജ്ഞാനമയ കോശത്തോടു കൂടിയവൻ, അതായത് ആരാണോ വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നത്, അല്ലേ, ബ്രഹ്മചാരികൾ, അല്ലെ, ഗൃഹസ്ഥർ, ഇവരൊക്കെ നമ്മളൊക്കെ വൈദിക കർമ്മം ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾക്ക് വൈദിക കർമ്മം ചെയ്യണമെങ്കിൽ
വൈദിക കർമ്മങ്ങൾ, അതിലെ വേദമന്ത്രങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ ആ പഠിച്ച അറിവ് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മളുടെ എല്ലാവരുടെയും ബുദ്ധിയിൽ, വിജ്ഞാനമയ കോശത്തിൽ. അപ്പോൾ നമ്മൾക്ക് വെറുതെ അങ്ങ് കർമ്മം ചെയ്ത് പുണ്യം നേടി സ്വർഗത്തിലോ അല്ലെങ്കിൽ ഇഹലോകത്തോ പുണ്യം അനുഭവിക്കാൻ സാധിക്കില്ല. അതിനാദ്യം എന്ത് വേണം? വിജ്ഞാനമയ കോശം പ്രവർത്തിക്കണം. അതെങ്ങനെ പ്രവർത്തിക്കും? ഭഗവാൻ വിജ്ഞാനമയ കോശത്തിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കും. അല്ല, ഇതൊന്നും നമ്മളുടെ കഴിവല്ല. അത് ആ അഹങ്കാരം ഇല്ലാണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാണ് യാജ്ഞവൽക്യ മഹർഷി ഈ പഞ്ചകോശ വിവരണം തരുന്നത്. കാരണം നമ്മൾക്ക് ഈ കോശങ്ങളോട് വളരെ വളരെ അറ്റാച്ച്മെൻ്റാണ് നമുക്ക്. കാരണം എൻ്റെ ശരീരം, അല്ലെ, ഞാൻ, എൻ്റെ അന്നമയം, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, അല്ലെ, എനിക്ക് കരച്ചിൽ വരുന്നു, എനിക്ക് ചിരി വരുന്നു, അല്ലെ, എനിക്ക് സുഖമാണ്, എനിക്ക് ദുഃഖമാണ്, അല്ലേ, ആ ഒരു ഞാനെന്നുള്ള ഭാവമാണ് എപ്പോഴും. അപ്പം അത് ഇല്ലാണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഈ കോശവിവരണം പഠിപ്പിച്ചു തരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ പഞ്ചകോശം വിവരണം ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇത്ര മാത്രം വിചാരിച്ചാൽ മതി. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി ഇവയൊക്കെ യഥാസമയത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സുള്ളത് കൊണ്ടാണ്. ഞാൻ പഠിച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ബുദ്ധി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, അല്ലേ. എനിക്ക് വിശപ്പ്, ദാഹം ഇത്യാദികളുണ്ടെങ്കിൽ എൻ്റെ അന്നമയ കോശം, എൻ്റെ സ്ഥൂല ശരീരം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇവയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവ്, കൺട്രോളർ, അല്ലേ, പരമാത്മാവ് എൻ്റെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതൊന്നും എൻ്റെ സ്വന്തമല്ല. ഇത്ര മാത്രം ഓർത്താൽ മതി. വേറെ ഒന്നും പഞ്ചകോശ വിവരണം വളരെ ടെക്നിക്കലാണെന്നോ അങ്ങനെയൊന്നും വിചാരിക്കുകയേ വേണ്ട. അപ്പം വിജ്ഞാനം യജ്ഞം തനുതേ, അതായത് അറിവോട് കൂടിയ ബുദ്ധിയുള്ളവൻ വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾക്ക് എന്ത് കർമ്മം ചെയ്യാനും നമ്മളുടെ ശരീരം പ്രവർത്തിക്കണം, മനസ്സ് പ്രവർത്തിക്കണം, ബുദ്ധി പ്രവർത്തിക്കണം. അത് വൈദിക കർമ്മമായിക്കോട്ടെ അല്ലെങ്കിൽ ലൗകിക കർമ്മമായിക്കോട്ടെ. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്നത് നമ്മളുടെ ഓരോ കോശങ്ങളാണ്. ഈ കോശങ്ങൾ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് പരമാത്മാവാണ്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത്. എനിക്ക് വിശപ്പുണ്ടാകുന്നത്, ദാഹമുണ്ടാകുന്നത്, സുഖം, ദുഃഖം ഇവയൊക്കെ ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് ശരീരവും മനസ്സും എല്ലാം ഉള്ളത് കൊണ്ടാണ്. അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ് എന്ന് ചിന്തിച്ചാൽ പഞ്ചകോശ വിവേകമായി ഉണ്ടോ. ആ വാക്കിൽ തന്നെയുണ്ട് പഞ്ചകോശ വിവേകം, അല്ലേ, വിവേകം. ആ അറിവുണ്ടായാൽ മതി നമുക്ക്. ഈ 5 കോശവും പ്രവർത്തിക്കുന്നത് ഭഗവാൻ പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടാണ്. ഭഗവാൻ ഒരു ദിവസം ലീവ് എടുത്താൽ, അല്ലെ, ഒരു സെക്കൻഡ് മാറി നിന്നാൽ, അല്ലേ, നമ്മൾക്ക് പിന്നെ ഒരു കോശവും പ്രവർത്തിക്കില്ല, അല്ലേ. എനിക്ക് ശരീരമുണ്ടെന്ന് എനിക്ക് അഭിമാനിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മളുടെ അഹങ്കാരത്തിനെ ഇല്ലാണ്ടാക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി ചെയ്യുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ചിന്തിക്കാം, ഭഗവാനെ, ഇതൊന്നും എൻ്റെ നിയന്ത്രണത്തിലല്ല. എൻ്റെ ശരീരം പോലും, അല്ലേ, ഒരു ചിന്ത പോലും, ഒരു വാക്ക് പോലും എനിക്ക് എൻ്റെ സ്വന്തം കഴിവിനാൽ ചെയ്യാൻ സാധിക്കില്ല. ഇതെല്ലാം ചൈതന്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അഹങ്കാരം ഇല്ലാണ്ടാവും. അഹങ്കാരം നശിച്ചാൽ പിന്നെ എന്താ, നമ്മൾ സാധനയിൽ ഉയർന്ന നമുക്ക് ആ മോക്ഷഗതിയിലേക്ക് വളരുവാൻ സാധിക്കും. അതാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി കാണിച്ചു തരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പഞ്ചകോശ വിവേകം, കാരണം എനിക്ക് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, കുറച്ച് കട്ടിയായി തോന്നുന്നു പഞ്ചകോശം, 1 അധ്യായം പോലെ അല്ല 2 അധ്യായം എന്ന്. ആരും വിഷമിക്കുകയും വേണ്ട. ഈ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ 5 കോശവും എന്താണെന്നൊന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കണ്ട, ഇത്ര മാത്രം മതി. എനിക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ഇവയൊക്കെ യഥാവിധി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചൈതന്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് അഹങ്കരിക്കാനായി സ്വന്തമായി ഈ ബ്രഹ്മാണ്ടത്തിലൊന്നുമില്ല. എൻ്റെ ശരീരം പോലും എനിക്ക് സ്വന്തമായിട്ടില്ല. അതുമാത്രം നടത്തിയാൽ പഞ്ചകോശ വിവേകമായി. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഓരോ മന്ത്രങ്ങളും നോക്കാം. കർമാണി തനുതേ പിജ, അതായത് സാധാരണ കർമ്മങ്ങൾ. തൊട്ടു മുമ്പ് വിജ്ഞാനം മയകോശം യജ്ഞം തനുതേ എന്ന് പറഞ്ഞു. അതായത്
വൈദിക കർമ്മം ചെയ്യാൻ സഹായിക്കുന്നത് വിജ്ഞാനമയ കോശമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മളെല്ലാവരും എപ്പോഴും വൈദിക കർമ്മം ചെയ്യണമെന്നില്ല. അപ്പോൾ അടുത്തത് പറയുന്നു കർമാണി തനുദേപിച്ച, ലൗകിക കർമ്മങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നു. അതാണ് കർമാണി. കർമാണി ബഹുവചനമാണ്, അതായത് കർമ്മങ്ങൾ, ലൗകിക കർമ്മങ്ങൾ അല്ലെങ്കിൽ ഭൗതിക കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും അല്ലേ. ഉറങ്ങുക, നടക്കുക, ചിരിക്കുക, കരയുക അല്ലേ, ഭക്ഷണം ഉണ്ടാക്കുക, യാത്ര ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഭൗതികമായ കർമ്മങ്ങളാണ്. അതൊക്കെ ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? തനുദേ അഭിജ. ഭൗതികമായ കർമ്മങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നതും ആരാണ്? വിജ്ഞാനമയ കോശമാണ്. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് വിജ്ഞാനമയ കോശം. എഴുതിക്കോളൂ, ഒന്നുകൂടെ പറയാം. കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കൊണ്ട്, കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്, കർമ്മം ചെയ്യിപ്പിക്കുന്നത്, കർമ്മം ചെയ്യിപ്പിക്കുന്നത് വിജ്ഞാനമയ കോശമാണ്. വിജ്ഞാനമയ കോശമാണ്. ഒന്നുകൂടെ പറയാം. കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് വിജ്ഞാനമയ കോശമാണ്. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു അല്ലേ, ഇപ്പം നമ്മൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുക, ചിലവർക്ക് ഉറക്കം വരും. അപ്പോൾ എന്താണ്? വിജ്ഞാനമയ കോശം മനസ്സിനോട് പറയും, നിൻ്റെ ഉറക്കം എന്ന ആ അനുഭവത്തിലേക്ക് നീ പോകുക അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നൽ ഇങ്ങനെ തരും. അപ്പോഴെന്താണ്? കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അതിനെ സ്വീകരിച്ച് ശരീരമൊക്കെ റിലാക്സായി നമ്മളറിയാണ്ട് കണ്ണടഞ്ഞ് അല്ലേ, അങ്ങനെയാണ് നമ്മൾ സുഷുപ്തിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം ഏതൊരു കർമ്മത്തിനും അല്ലേ ആദ്യത്തെ തുടക്കം കുറിക്കുന്നത് വിജ്ഞാനമയ കോശം. പിന്നെ അത് മനസ്സിലേക്ക് പോവും, പിന്നെ ഇന്ദ്രിയങ്ങളിലേക്ക്, അങ്ങനെ അല്ലേ. ഇപ്പം നമുക്ക് കൈ മുറിഞ്ഞ് വേദന എടുക്കുന്നു അല്ലേ, അപ്പോൾ ആ ഭാഗത്ത് വേദന അങ്ങനെ വിജ്ഞാനമയ കോശം അല്ലേ മനസ്സിനോട് പറയുന്നു വേദനിക്കുന്നു അല്ലേ. അപ്പോൾ എന്താണ്? മനസ്സ് ആ കർമ്മേന്ദ്രിയമായ കൈയിലേക്ക് അല്ലയോ, അവിടെയാണ് വേദന അല്ലേ. അങ്ങനെ ഇതൊക്കെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നടക്കുന്ന കാര്യമാണ് കേട്ടോ. നമ്മൾ പറയുമ്പം ഒരു 5 മിനിറ്റ് എടുക്കുമായിരിക്കും ഇത് പറഞ്ഞ കാര്യം നടക്കാൻ, പക്ഷേ ഇത് വളരെ സൂക്ഷ്മമാണിത്. ഇത്ര മാത്രം ഓർത്താൽ മതി. എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾ അതെല്ലാവർക്കും അറിയാമല്ലോ. കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവും എന്ന് വെച്ചാൽ അല്ലേ, കണ്ണ്, മൂക്ക്, നാക്ക്, കൈ, കാല്, ഇവയല്ല കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവും. ഇവയൊക്കെ കർമ്മം ചെയ്യുന്നത്, അതിന് സഹായിക്കുന്നത് വിജ്ഞാനമയ. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. എനിക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിജ്ഞാനമയ കോശം പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിനെ പ്രവർത്തിപ്പിക്കുന്നത് ഭഗവത് ചൈതന്യമാകുന്നു. അത്ര മാത്രമേ ഉള്ളൂ വിജ്ഞാനമയ കോശം. അടുത്ത മന്ത്രത്തിലേക്ക് പോവാം. വിജ്ഞാനം ദേവാ സർവേ. നമ്മൾ മാത്രമല്ല, ഇവിടെ നമ്മൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് യാജ്ഞവൽക്യ മഹർഷി. അദ്ദേഹത്തിന് എത്ര പ്രണമിച്ചാലും മതിയാവില്ല അല്ലേ. നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മാത്രമല്ല, വിജ്ഞാനം ദേവാ സർവേ, സർവദേവതകളും വിജ്ഞാനമയ കോശത്തെ ബ്രഹ്മനായി ഉപാസിക്കുന്നു. അതായത് നമ്മളുടെ വിജ്ഞാനമയ കോശം മാത്രമല്ല പരമാത്മാവിനാൽ പ്രവർത്തിക്കുന്നത്, ദേവതകളുടെ വിജ്ഞാനമയ കോശം. ഇപ്പോൾ ഇന്ദ്രന് മഴ പെയ്യിക്കണം, അതാണ് ഇന്ദ്രൻ്റെ ഡ്യൂട്ടി അല്ലേ. അപ്പോൾ ഇന്ദ്രൻ്റെ എങ്ങനെ? വിജ്ഞാനമയ കോശമാണ് ഇന്ദ്രൻ്റെ. നമ്മളുടെ പോലെ ശരീരം അവരുടെ വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ കോശങ്ങളൊക്കെ അവരുടെയും നമ്മളുടെയും പോലെ തന്നെയാണ്. അപ്പോഴെങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? വിജ്ഞാനമയ കോശമാണ് പറയുന്നത് മനസ്സിനോട്, മഴ പെയ്യ്ക്കാറായി അല്ലേ, ഇന്ന ദേശത്ത് ഇന്ന സമയത്ത് ഇന്ന കാലത്തിൽ മഴ, ഇവിടെ ഇത്ര സെൻറ്റിമീറ്റർ മഴ. അതാരാണ്? വിജ്ഞാനമയ കോശം മനസ്സിനോട് പറയും. മനസ്സ് ഇന്ദ്രൻ്റെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കും. അങ്ങനെ മഴ പെയ്യുന്ന, അങ്ങനെ എല്ലാ ദേവതകളും അവരോട് അഗ്നി ഉഷ്ണം നടത്തുക അല്ലേ, അങ്ങനെ എല്ലാ വായു ചലിക്കുക അല്ലേ, ഗതാസൂന അഗതാസൂന, അതാണ് വായുവിൻ്റെ ധർമ്മം. ഇങ്ങനെ ഗമനം ചെയ്തുകൊണ്ടേയിരിക്കുക, അത് ചെയ്യും. ഇതൊക്കെ ചെയ്യാൻ അവർക്കും ഈ കർമ്മങ്ങൾ, അവയുടെ ധർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? വിജ്ഞാനമയ കോശം അവരിലും ഉള്ളത് കൊണ്ടാണ്
ആ വിജ്ഞാനമയ കോശത്തെ അവർ ബ്രഹ്മനായി ഉപാസിക്കുന്നു, പരമാത്മാവായി ഉപാസിക്കുന്നു അവർ. അതുകൊണ്ടാണ് അവയും അവയുടെ ധർമ്മം ചെയ്യാൻ സാധിക്കും. ബ്രഹ്മജ്യേഷ്ഠം ഉപാസത്തെ, ബ്രഹ്മനെ ജ്യേഷ്ഠമായി, ജ്യേഷ്ഠം എന്ന് വെച്ചാൽ ആദ്യം അല്ലേ, ജ്യേഷ്ഠൻ എന്നൊക്കെ, ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി എന്ന് വെച്ചാൽ എന്താ, ആദ്യം നമ്മളെക്കാളും മുതിർന്നവരെയാണ് നമ്മൾ ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി എന്നൊക്കെ പറയുന്നത്, അതായത് പ്രഥമ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ബ്രഹ്മനെ ജ്യേഷ്ഠം ഉപാസത്തെ, ബ്രഹ്മനെ ആദ്യമായി പ്രഥമമായി ജ്യേഷ്ഠമായി ഉപാസിക്കുന്നു. ആര്? ദേവതകൾ പോലും. അപ്പോൾ പരമാത്മാവിനെയാണ് ദേവതകൾ പോലും ഉപാസിക്കുന്നത്. വിജ്ഞാനം ബ്രഹ്മചേത്വേദ, വിജ്ഞാനമയ കോശത്തെ ബ്രഹ്മനായി നമ്മളും ഉപാസിച്ച, അതാണ് ചേത് വേദ. നമ്മളും വിജ്ഞാനമയ കോശത്തെ ബ്രഹ്മമായി ഉപാസിച്ചാൽ തസ്മാത് ചേന പ്രമാദ്യതി, ഈ ഉപാസനയിൽ നിന്നും താഴെ വീതാതെ ഉപാസകൻ ഇരുന്നാൽ, അതാണ് പ്രമാന്ന് വെച്ചാൽ നെഗ്ലിജൻസ് എന്നാണ് അർത്ഥം. പ്രമാദം അല്ല, പ്രമാന്നല്ല, ക്ഷമിക്കണം, പ്രമാദ എന്ന വാക്കിൻ്റെ അർത്ഥം. പ്രമാദ്യതി എന്ന് വെച്ചാൽ നെഗ്ലിജൻസ് ഇല്ലാതെ, ചേന പ്രമാദ്യതി, നെഗ്ലിജൻസ് ഇല്ലാതെ, അതായത് പ്രമാദമില്ലാതെ. അതായത് പ്രമാദം എന്ന് വെച്ചാൽ ഉപാസകൻ ഈ ഉപാസനയിൽ നിന്നും താഴേക്ക് പോകാതെ, അതായത് ഏത് ഉപാസന, പരമാത്മാവിനാലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ആ ഉറച്ച ബോധത്തിൽ നിന്നും താഴേക്ക് പോകാതെ. പക്ഷെ നമ്മളുടെ അഹങ്കാരം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും, ഞാനാണ് കേമൻ, എനിക്ക് നന്നായിട്ട് പാരായണം ചെയ്യാൻ അറിയാം അല്ലേ. ഒരു പ്രായമായ പിന്നെ ഇത് തന്നെയുള്ളൂ ആളുകളുടെ മത്സരം. പിന്നെ അതിനാണ് ചെറുപ്പത്തിൽ മത്സരം, പഠനത്തിലാണെങ്കിൽ പ്രായമായാൽ പാരായണത്തിലാണ്. അപ്പം ഞാനാണ് ശ്രേഷ്ഠൻ, ഞാനാണ് ലീഡർ ഇത്യാദി അല്ലേ. അവരെ കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നണം. കാരണം എന്താ, ഭഗവാൻ അവരുടെ ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അല്ലേ. ഇതൊക്കെ ഏത് കർമ്മവും ആയിക്കോട്ടെ, ഉദാഹരണം പറഞ്ഞു എന്നുള്ള ഏതും ആയിക്കോട്ടെ അല്ലേ. ഞാൻ വലിയ ആളാണ്, സമ്പന്നനാണ്, അല്ലെങ്കിൽ ഇത്ര കേമനാണ്, ഇതൊക്കെയുള്ള ചിന്തകൾ വന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം, എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും, എൻ്റെ ബുദ്ധിയും മനസ്സും അല്ലേ. വിജ്ഞാനമയ കോശം എന്ന് വെച്ചാൽ ബുദ്ധി, മനോമയ കോശം എന്ന് വെച്ചാൽ മനസ്സ് അല്ലേ, പ്രാണമയ കോശം എന്ന് വെച്ചാൽ പ്രാണൻ അല്ലേ, അന്നമയ കോശം എന്ന് വെച്ചാൽ ശരീരം, നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയം, ഇത്രയും. അപ്പോൾ ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് പരമാത്മാവ് ഈ ഭാഗങ്ങളിലൊക്കെ അല്ലേ സദാ വ്യാപിച്ചുകൊണ്ട് ചൈതന്യമായി എന്നിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ്. അത് നമ്മളുടെ അഹങ്കാരത്തിനെ ഇല്ലാണ്ടാക്കും. അതാണ് ഉപാസന. അങ്ങനെ നമ്മൾ പ്രമാദമില്ലാതെ ഈ ചിന്തയിൽ നിന്നും താഴേക്ക് പോകാതെ നമ്മൾ പരമാത്മാവിനെ തന്നെ തൻ്റെ അടിസ്ഥാനമായി അല്ലെ, തൻ്റെ നിലനിൽപ്പിനാധാരമായി നനച്ചുകൊണ്ടിരുന്നാൽ അല്ലേ, അവരെന്താണ് ചെയ്യുന്നത്, അവർക്ക് നമുക്ക് കിട്ടുന്ന ഫലം എന്താണ്, ശരീരേ പാത്മനോ ഹിത്വാ. ആ ഉപാസകന് ആരാണോ ഇങ്ങനെ നിരന്തരം ചിന്തിക്കുന്നത്, അറിയുന്നത്, അവർക്ക് എന്താണ്, ഇതിലൂടെ അവർക്ക് എന്താണ്, ശരീരപാപങ്ങൾ, അതാണ് ശരീരോ പാത്മനോ ഹിത്വ. ഹിത്വ എന്ന് വെച്ചാൽ ഇല്ലാണ്ടാക്കുക, മറികടക്കുക. അപ്പോൾ ശരീരപാപങ്ങൾ, ശരീരോ പാത്മനോ എന്ന് വെച്ചാൽ പാപങ്ങളെ, നമ്മളുടെ അറിഞ്ഞോ അറിയാതെയോ മുജ്ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളെ നമ്മൾ മറികടക്കുന്നു. സർവാൻ കാമാൻ സമഷ്ണുത ഇതി, ഇതൊക്കെ ഫലമാണ്. സർവകാമങ്ങളെയും അവരറിയുന്നു അല്ലേ. നമ്മൾ ആഗ്രഹത്തിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോകണ്ട. അപ്പോൾ എനിക്ക് 100 രൂപ വേണം, ഇതാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ എന്താ, നമ്മൾ അതിന് കർമ്മം ചെയ്യണം. ആരോടെങ്കിലും ചോദിക്കണം അല്ലേ, അല്ലെങ്കിൽ യാചിക്കണം, അല്ലെ നമ്മൾ ജോലി ചെയ്ത് 100 രൂപ ഉണ്ടാക്കണം. പക്ഷേ ഈ ഉപാസകൻ എന്താണ്, പൂർണ്ണമായും തന്നെ ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് ആരെങ്കിലും കൊണ്ട് കൊടുക്കും അല്ലേ. ഭഗവാൻ മറ്റുള്ള ശരീരങ്ങളിലൂടെ പ്രവർത്തിക്കും അല്ലേ. പക്ഷേ ധർമ്മമായി ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിക്കുക പോലും വേണ്ട, നമ്മളുടെ കാര്യങ്ങളൊക്കെ നടന്നോളും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾക്ക് എന്താണോ ശരീരം നിലനിർത്തുവാൻ ആവശ്യമായിട്ട് വേണ്ട സംഗതികൾ, അതൊക്കെ ഭഗവാൻ ആരിലൂടെയെങ്കിലുമൊക്കെ നടത്തിത്തരും. അതാണ് ഇവിടെ പറയുന്നത്. എല്ലാ കാമങ്ങളെയും അടഞ്ഞ് തൃപ്തരായവർ മാറും,
അവർക്ക് ഒരു ആഗ്രഹവും ഇല്ലെങ്കിലും അവരെ തേടി ഭോഗങ്ങൾ വരും. എന്താണ്? തസ്യേഷയേവ ശാരീരാത്മാ, ഈ വിജ്ഞാനമയ കോശത്തെ ശാരീരാത്മാ എന്ന് വിളിക്കുന്നു. അല്ലേ, നമ്മൾ തൊട്ട് മുമ്പ് മനോമയത്തിലും കണ്ടിരുന്നു. അതേ കാര്യം തന്നെ പറയുന്നു. വിജ്ഞാനമയത്തെയും ശാരീരാത്മാ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. യഹാപൂർവസ്യ, മുൻപ് പറഞ്ഞ ഭാഗത്ത്, അതായത് മനോമയ കോശത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ വിജ്ഞാനമയ കോശം അവസാനിച്ചു. അല്ലേ, ശാരീരാത്മ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ ആ ഭാഗം കൊണ്ട് വിജ്ഞാനമയ കോശം അവസാനിച്ചു. അടുത്ത ഭാഗത്ത് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. തസ്മാത് വാ ഏതസ്മാത് വിജ്ഞാനമയാത്, അവിടെ മുതൽ ആനന്ദമയ കോശ വിവരണം, 5ാമത്തെ കോശം. ഇതോടുകൂടി പഞ്ചകോശം കഴിയുകയാണ്. ആനന്ദമയ കോശ വിവരണം നോട്ട് ചെയ്യണേ. ആനന്ദമയ കോശ വിവരണം. തസ്മാത് വാ ഏതസ്മാത് വിജ്ഞാനമയാത്, തസ്മാത് വാ ഏതസ്മാത്, വിജ്ഞാനമയത്തിനെക്കാട്ടിലും ശ്രേഷ്ഠമായി മറ്റൊരു കോശമുണ്ട്, അതിനെ ആനന്ദമയ കോശം എന്ന് വിളിക്കുന്നു. അതാണ് അടുത്തതിലാണ് അത് പറയുന്നത്. തസ്മാത് വാ ഏതസ്മാത് വിജ്ഞാനമയ എന്ന് വെച്ചാൽ വിജ്ഞാനമയത്തിനെക്കാട്ടിലും ശ്രേഷ്ഠമായ ഉയർന്ന മറ്റൊരു കോശമുണ്ട്, അതിനെ എന്താ പറയുന്നത്? അന്യോന്തരാത്മാനന്ദമയ. അന്യഹ, നമ്മളിത് കണ്ടതാണ്. ഇതെല്ലാം ശ്രേഷ്ഠമായ സൂക്ഷ്മമായ ഒരു കോശമുണ്ട്, അതിനെ ആനന്ദമയ കോശമെന്നാണ് അതിനെ വിളിക്കുന്നത്. തേനേഷ പൂർണ്ണഃ, ആനന്ദമയ കോശത്തിനാലാണ് വിജ്ഞാനമയ കോശം പ്രവർത്തിക്കുന്നത്. അല്ലേ, ആനന്ദമയ കോശം ഉള്ളതുകൊണ്ടാണ് വിജ്ഞാനമയം പ്രവർത്തിക്കുന്നത്. അല്ലേ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, വിജ്ഞാനമയം ഉള്ളതുകൊണ്ടാണ് മനോമയം പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ആനന്ദമയം ഉള്ളതുകൊണ്ടാണ് വിജ്ഞാനമയം പ്രവർത്തിക്കുന്നത്. സവായേഷ പുരുഷവിധ ഏവ, ഈ ആനന്ദമയ കോശം പുരുഷവിധ, ഓരോ ജീവാത്മാക്കളുടെയും സ്ഥൂല ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അതാണ് സവായേഷ പുരുഷവിധ ഏവ, ഈ ആനന്ദമയ കോശം ഓരോ ജീവാത്മാക്കളുടെയും സ്ഥൂല ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. തസ്യ പുരുഷവിധത, വിജ്ഞാനമയ കോശം എങ്ങനെയാണോ സ്ഥൂല ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അന്വയം പുരുഷവിധ, സിമിലർലി അതുപോലെ ആനന്ദമയ കോശവും സ്ഥൂല ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. തസ്യ പ്രിയമേവ ശിരഃ, ഇനി ആനന്ദമയ കോശത്തിൻ്റെ വർണ്ണന പറയുകയാണ്. ആനന്ദമയ കോശത്തിൻ്റെ പ്രിയം ശിരസ്സാകുന്നു. അല്ലേ, പ്രിയം എന്നത് ഇഷ്ടവസ്തു ദർശന, എഴുതിക്കോളൂ. പ്രിയം എന്ന വാക്കിൻ്റെ അർത്ഥം ഇഷ്ടവസ്തു ദർശന ജന്യാവൃത്തി. ഇഷ്ടവസ്തു ദർശനജന്യാവൃത്തി, പ്രിയം. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇതിപ്പോൾ ജസ്റ്റ് നിർവചനം മാത്രം എഴുതുക. ഇഷ്ടവസ്തു ദർശനജന്യാവൃത്തി പ്രിയം. അപ്പോൾ ആനന്ദമയ കോശത്തിൻ്റെ പ്രിയം എന്നത് ശിരസ്സാകുന്നു. ഇനി അടുത്തത് മോദോ ദക്ഷിണപക്ഷ, മോദം വലതുഭാഗമാകുന്നു, വലത് കൈയാകുന്നു. മോദം എന്താണെന്ന് എഴുതിക്കോളൂ. ഇഷ്ടവസ്തു ലാഭജന്യാവൃത്തി. എഴുതൂ. ഉദാഹരണം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. ഈ വാക്ക് ആദ്യമായിട്ടാണ് കേൾക്കുന്നെങ്കിൽ ഇഷ്ടവസ്തു ലാഭജന്യാവൃത്തി. ഇഷ്ടവസ്തു ലാഭജന്യാവൃത്തി മോദം. ഇഷ്ടവസ്തു ലാഭജന്യാവൃത്തി മോദം. അടുത്തത് പ്രമോദ ഉത്തരപക്ഷ. പ്രമോദം ഇടതുകൈ, അതാണ് പ്രമോദം. ഉത്തരപക്ഷം ഉത്തരഭാഗമാകുന്നു. പ്രമോദം എന്തെന്ന് എഴുതിക്കോളൂ. ഇഷ്ടവസ്തു അനുഭവജന്യാവൃത്തി. ഇഷ്ടവസ്തു
അനുഭവജന്യാവൃത്തി = പ്രമോദം. പ്രിയ, മോദ, പ്രമോദം. പ്രമോദം എന്താണ്? ഇഷ്ടവസ്തു, അനുഭവജന്യാവൃത്തി, പ്രമോദം. അതെന്താണ്? ഇടതുഭാഗം. അപ്പം ആനന്ദമയ കോശത്തിൻ്റെ ഇടതുഭാഗം പ്രമോദം. അതായത് ഇതെന്താണെന്ന് വെച്ചാൽ പ്രിയ, മോദ, പ്രമോദം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ചോക്ലേറ്റ് കിട്ടുന്നു. ഇത് പണ്ട് നമ്മൾ എവിടെയോ പഠിച്ചു, വിവേക ചൂടാമണിയാണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ ഇതേ ഉദാഹരണം പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ചോക്ലേറ്റ് കണ്ടു അല്ലേ, ഇപ്പോൾ എന്നെ ഒരാൾ കാണിച്ചു, അല്ലെ ഒരു കുട്ടി, ഒരു 3 വയസ്സോ 4 വയസ്സോ ഉള്ള ഒരു കുട്ടിയെ സങ്കല്പിക്കും. നമ്മൾ ആ കുട്ടിക്ക് കാണിച്ചു കൊടുത്തു ചോക്ലേറ്റ് അല്ലേ. ആ കുട്ടി ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, അച്ഛനും അമ്മയും മക്കളും കൂടെ. അപ്പോൾ ആ കുട്ടികൾ കണ്ടപ്പോൾ എന്താ, നമ്മൾ ആ കുട്ടിയെ നമ്മൾ ഫ്രിഡ്ജ് തുറന്നു അല്ലേ. അപ്പോൾ കുട്ടി എന്താ ചെയ്തു? ചോക്ലേറ്റ് കണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ്? പ്രിയം. ആ കുട്ടിക്ക് പ്രിയമുണ്ടായി. അയ്യോ, എനിക്കിഷ്ടപ്പെട്ട വസ്തുവിനെ ഞാൻ കണ്ടു. അതാണ് പ്രിയം. അതാണ് കാണുക. കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അയ്യോ ഭയങ്കര ആനന്ദം വന്നു, ഇതെനിക്ക് കിട്ടുമല്ലോ കുറച്ച് കഴിയുമ്പം, അല്ലെ കിട്ടണം അല്ലേ. അപ്പോൾ അത് മനസ്സിൽ കാണുമ്പം തന്നെ മനസ്സിനൊരു ഇഷ്ടമുണ്ടായി. അതാണ് പ്രിയം എന്നാൽ. അടുത്തതെന്താണ്? പക്ഷെ നമ്മൾ കണ്ടതേ ഉള്ളൂ, മുഴുവനായി നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. അപ്പോൾ എന്താണ്? കയ്യിൽ കിട്ടിയാൽ, അപ്പോൾ അവർ ഫ്രിഡ്ജ് തുറന്ന് കണ്ട് ആ കുട്ടി, അത് കഴിഞ്ഞെന്താ ആ കുട്ടിയുടെ കയ്യിലേക്ക് ആ ചോക്ലേറ്റ് കൊടുത്ത്. അപ്പോൾ എന്താണ്? കയ്യിൽ കിട്ടി. അപ്പോൾ ആ കുട്ടിക്ക് എന്തായി? മോദം. പ്രിയം എന്ന വികാരം മാറി മോദം എന്ന വികാരമായി. അതായത് കുറച്ചും കൂടി ഇഷ്ടം. കണ്ടപ്പം ഒരു പകുതി ഇഷ്ടം, കൈ കിട്ടിയപ്പോഴെന്താ കുറച്ചും കൂടി ഇഷ്ടമായി. പക്ഷെ ആ കുട്ടിക്ക് എന്താ, 2-3 വയസ്സുള്ള കുട്ടികൾക്ക് ചോക്ലേറ്റ് റാപ്പർ പൊളിക്കാനൊന്നും സാധിച്ചൊന്നും വരില്ല. അതിങ്ങനെ കടിക്കുകയാണ്, പക്ഷെ മധുരം ഉള്ളിലേക്ക് ചെല്ലുന്നില്ല. അപ്പോൾ കുട്ടിക്ക് വിഷമം. അപ്പോൾ നമ്മൾ ആരെങ്കിലും ആ കുട്ടിയുടെ റാപ്പർ, ആ കവറ് പൊളിച്ച് ചോക്ലേറ്റ് അതിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ എന്താ, വായിൽ വെക്കുമ്പോൾ നല്ല മധുരം. അപ്പോഴെന്താ? ഇഷ്ടവസ്തു അനുഭവമായി അത് അല്ലേ. അപ്പോൾ അത് വായിലിട്ട് നുണഞ്ഞ് മധുരം എന്ന അനുഭവം അത് നുകരുന്നു. അപ്പോഴെന്താണ്? പ്രമോദം അല്ലേ. അപ്പോൾ കാണുക എന്നത് പ്രിയം, കയ്യിൽ കിട്ടുക എന്നുള്ളത് മോദം, പിന്നെ എന്താ കഴിക്കുമ്പോൾ രുചി എന്നത് പ്രമോദം. അതാണ് പ്രിയ, മോദ, പ്രമോദം. അത്രയേ ഉള്ളൂ. ഏതൊരു കാര്യം, ഇപ്പോൾ ഒരു വ്യക്തിയെ കാണുക അല്ലേ, അവർ നമ്മുടെ അടുത്തേക്ക് വരിക അല്ലേ, അവർ 2 ദിവസം നമ്മുടെ കൂടെ നിൽക്കുക, അത്രയൊക്കെ അത് പ്രിയ, മോദ, പ്രമോദം. അങ്ങനെ അപ്പം ഇങ്ങനെയുള്ള അനുഭവം ഇത് നമ്മൾക്കുണ്ടാകുന്നത് ആനന്ദമയ കോശത്തിലാകുന്നു. ആനന്ദ ആത്മ അല്ലേ, പ്രമോദ ഉത്തരപക്ഷ ആനന്ദ ആത്മ. ആനന്ദം എന്നത് മധ്യഭാഗം, അതായത് ആത്മാ എന്ന് വെച്ചാൽ ഇവിടെ എഴുതിക്കോളൂ മധ്യഭാഗം അല്ലേ, ശരീരം മുഴുവൻ, ശരീരവ്യാപി എന്നത്. അപ്പം ആനന്ദം എന്നത് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. ബ്രഹ്മൻ പരമാത്മാവ് അധിഷ്ഠാനമായിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രിയമോദ പ്രമോദങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു ആയിക്കോട്ടെ, വ്യക്തി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മുടെ ശരീരം ജഡമാണെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റുമോ, ആനന്ദിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരാൾ 10 ലക്ഷം രൂപ തന്നു, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കാരണം എനിക്ക് ആനന്ദിക്കാൻ സാധിക്കില്ല, ഞാൻ ജഡമായി അല്ലേ. അപ്പോൾ നമുക്ക് ആനന്ദിക്കണമെങ്കിൽ ശരീരത്തിന് ചൈതന്യം, ചേതനത്വം ഉണ്ടായിരിക്കണം. ജഡത്തിന് ആനന്ദിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ജീവിതത്തിലൊക്കെ സന്തോഷിക്കുന്ന സമയത്ത് ഭഗവാനെ ഓർക്കുക അല്ലേ. മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വിചിത്രത എന്തെന്ന് വെച്ചാൽ ദുഃഖിക്കുമ്പോൾ മാത്രമേ ഭഗവാനെ ഓർക്കുകയുള്ളൂ. പക്ഷേ ഉപനിഷത്ത് വിദ്യാർത്ഥികളോട് ഈ യാജ്ഞവൽക്യ മഹർഷി പറയാണ്, നിങ്ങൾ എപ്പോഴൊക്കെ ആനന്ദിക്കുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടോ, സന്തോഷിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് സുഖാനുഭവം ഉണ്ടാകുന്നുണ്ടോ അല്ലേ. ഒരാൾ നല്ലത് പറയുക, നല്ലത് കാണുക, കേൾക്കുക അല്ലേ, എനിക്കിഷ്ടപ്പെട്ട സാധനം കഴിക്കുക, ഉറങ്ങുക, ഇതൊക്കെ നമുക്ക് ആനന്ദം തരുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ജീവിതത്തിൽ എപ്പോഴൊക്കെ സുഖം അനുഭവിക്കുന്നുണ്ടോ, ആനന്ദം അനുഭവിക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ ഭഗവാനെ ഓർക്കുക. ഭഗവാനെ അങ്ങ് ആനന്ദമയ കോശരൂപധാരിയായും എൻ്റെ ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ടാണല്ലോ എനിക്ക് ചിരിക്കാൻ സാധിക്കുന്നത്, എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നത് എന്നോർത്താൽ പഞ്ചകോശ വിവേകമായി. തദപ്യേഷ ശ്ലോകോ ഭവതി. ഇതിൻ്റെ തുടർച്ച അടുത്ത അനുവാകത്തിലുണ്ട്. അതാണ് ഇവിടെ തദപ്യേഷ ശ്ലോകോ ഭവതി എന്ന് പറയുന്നു.
അല്ലേ? അപ്പോൾ ആനന്ദമയ കോശത്തിന് ആനന്ദം നൽകുന്ന ആരാണ്? ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ, ബ്രഹ്മനാകുന്നു. ബ്രഹ്മൻ എന്ന് വെച്ചാൽ ഇവിടെ പരമാത്മാവാകുന്നു, അല്ലേ? സർവവ്യാപിയായ ഈശ്വരനാകുന്നു ആനന്ദമയ കോശത്തിന് ആനന്ദത്തെ നൽകുന്നത്. അപ്പം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും അത് ഓർക്കാം. ഭഗവാനെ അങ്ങ് നൽകിയ നല്ല നിമിഷങ്ങൾക്ക് നന്ദി. ഭഗവാനെ അങ്ങ് എൻ്റെ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് സന്തോഷിക്കാൻ സാധിച്ചത്, അതിന് അങ്ങേക്ക് നന്ദി, അല്ലേ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് ആനന്ദമയ കോശ വിവേകമായി, അല്ലേ? എനിക്ക് അന്നമയം ആണ് നമ്മൾക്ക് ഏറ്റവും താതാത്മ്യമെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുക. ഭഗവാനെ അങ്ങ് ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് അന്നമയം പ്രവർത്തിക്കുന്നത്, മനസ്സ് പ്രവർത്തിക്കുന്നത്, ബുദ്ധി പ്രവർത്തിക്കുന്നത്, ഇവയെല്ലാം ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് ചെയ്താൽ പഞ്ചകോശ വിവേകമായി. അല്ലാണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് റൂം അടച്ചിരുന്ന് ഇതാണ് അന്നമയം, ഇതിൻ്റെ നിർവചനമൊന്നും പഠിക്കുക, അതൊന്നും വേണ്ട. എപ്പോഴൊക്കെയാണ് ജീവിതത്തിൽ ശരീര താതാത്മ്യം അഹംബുദ്ധി ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ എന്താണ് അത് മാറ്റി ഭഗവാനുള്ളത് കൊണ്ടാണ് ശരീരമുള്ളത് എന്നോർത്താൽ നമ്മളെല്ലാവരും എന്താ പഞ്ചകോശ വിവേക ഉപാസകരാണ്, അല്ലെങ്കിൽ പഞ്ചകോശ വിവേകികളാണ്. അത് നമ്മൾക്ക് പുണ്യം നൽകും. ആ പുണ്യം നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കും. അതിന് യാജ്ഞവൽക്യ മഹർഷിയുടെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കുറച്ച് ദിവസങ്ങൾ കൂടെ വീഡിയോ ഉണ്ടാവില്ല, എല്ലാവരും ക്ഷമിക്കണം. നമുക്ക് ഭൃഗുവല്ലി തുടങ്ങുമ്പോൾ എന്തായാലും സാധിക്കുമെന്ന് സാങ്കേതികത മാറി കിട്ടാനായി പ്രാർത്ഥിക്കുന്നു. അതുവരെ ബ്രഹ്മാനന്ദവല്ലി നമുക്കിനി ഇപ്പോൾ നമ്മൾ 5 അനുഭാഗമായി, ഇനി 6, 7, 8, 9 4 അനുഭാഗം മാത്രമേ ഉള്ളൂ. അതോടുകൂടി ബ്രഹ്മാനന്ദവല്ലി അവസാനിക്കും. അതുവരെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. നമുക്ക് യാജ്ഞവൽക്യ മഹർഷിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, പരമാത്മചിന്തനം എപ്പോഴും നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.